ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബുകളാണ്. കം എന്ന് ചേർത്തിട്ടുള്ള ഫ്രേസൽ വെർബുകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്, ഡിഫറൻസ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കം എലോങ് ആണ്. കം എലോങ് എന്ന് പറഞ്ഞാൽ ടു അറൈവ് അറ്റ് എ പ്ലേസ് എന്നാണ്. ടു അറൈവ് അറ്റ് എ പ്ലേസ്. നോക്കൂ, എക്സാമ്പിൾ, she will go to the US if the right opportunity comes along. She will go to the US if the right opportunity comes along. അങ്ങനെയും ആ ഒരു അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. അപ്പോൾ ശരിയായ അവസരം ലഭിക്കുമ്പോൾ അവൾ US പോകും എന്നാണ്. അടുത്ത മീനിങ് വരുന്നത് ടു പ്രോഗ്രസ് ഓർ ഡെവലപ്പ് ഓർ ഇംപ്രൂവ്. ടു പ്രോഗ്രസ്, ഡെവലപ്പ് അല്ലെങ്കിൽ ഇംപ്രൂവ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഹെർ ബിഹേവിയർ ഹാസ് കം എലോങ് എ ലോട്ട് റീസെന്റ്. ഹെർ ബിഹേവിയർ ഹാസ് ഇംപ്രൂവ്ഡ് എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അപ്പൊ കം എലോങ്ങിന്റെ രണ്ടാമത്തെ അർത്ഥമാണ് ടു പ്രോഗ്രസ് ഓർ ഡെവലപ്പ് ഓർ ഇംപ്രൂവ്. ഇനി അടുത്തത് ടു ഗോ സംവെയർ വിത്ത് സംവൺ. ഇഫ് ടു ഗോ സംവെയർ വിത്ത് സംവൺ, ആരുടെയെങ്കിലും കൂടെ എവിടെയെങ്കിലും പോകുന്നതിന്, അതിനും കം എലോങ് എന്ന് പറയും. ഇഫ് യു ഗോ ട്രെക്കിംഗ് ഐ വിൽ കം എലോങ്. നിങ്ങൾ ട്രെക്കിങ്ങിന് പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരാം. ആ ഒരു അർത്ഥവും കം എലോങ്ങിനുണ്ട്. പിന്നെ വേറൊരു മീനിങ് എന്താന്ന് വെച്ചാൽ വേഗം ചെയ്യൂ അല്ലെങ്കിൽ വേഗം വരൂ എന്നുള്ള ആ ഒരു മീനിങ്. അതായത് ടു ടെൽ ടു ഹറി അപ്പ്. ടു ഹറി അപ്പ് എന്ന് പറയണം. അതാണ് കം എലോങ് ഗേൾസ് വി ആർ ഓൾറെഡി ലേറ്റ്. കം എലോങ് ഗേൾസ് വി ആർ ഓൾറെഡി ലേറ്റ്. അപ്പോൾ ഇവിടെ 4 മീനിങ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് കം എലോങ്ങിന്. ടു അറൈവ് അറ്റ് എ പ്ലേസ്, ടു പ്രോഗ്രസ് ഓർ ഡെവലപ്പ് ഓർ ഇംപ്രൂവ്, ടു ഗോ സംവെയർ വിത്ത് സംവൺ, ടു ടെൽ, ടു ഹറി. അടുത്തത് കം എറൗണ്ട് ഓർ കം റൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? കം എറൗണ്ട് അല്ലെങ്കിൽ കം റൗണ്ട് എന്ന് പറഞ്ഞാൽ ടു എഗ്രി ടു എ പ്ലാൻ. ടു എഗ്രി ടു എ പ്ലാൻ അല്ലെങ്കിൽ ടു ചേഞ്ച് യുവർ ഒപ്പീനിയൻ ആഫ്റ്റർ തിങ്കിങ് അബൌട്ട് ഫോർ എ ലോങ് ടൈം ഓർ ബീയിങ് പെർസ്വേഡഡ്. ഒരു തീരുമാനത്തോടെ അല്ലെ ഒരു പ്ലാനിനോട് എഗ്രി ചെയ്യുക, അതിനോട് യോജിക്കുക, അല്ലെങ്കിൽ കുറേ നേരം ഒരാൾ നമ്മളെ പെർസ്വേഡ് ചെയ്ത് അവസാനം നമ്മുടെ അഭിപ്രായം മാറ്റുക എന്നൊക്കെയാണ്. എന്ത്? കം എറൗണ്ട്. We spent many hours telling her about the advantages of settling down in India. And finally, she came around. Okay. We spent many hours telling her about the advantages of settling down in India. And finally, she came around. ഇനി അടുത്ത മീനിങ് ആണ് to visit a person at his or her house. ഒരാളുടെ വീട്ടിൽ മീറ്റ് ചെയ്യുക. അതും കം അറൗണ്ട് ആണ്. She came round for dinner last Friday. She came round for dinner last Friday. വിസിറ്റ് ചെയ്തു. അടുത്തത് കെയിം അറൗണ്ട് അല്ലെങ്കിൽ കെയിം റൗണ്ടിന്റെ വേറൊരു മീനിങ് ആണ് ടു ബിക്കം കോൺഷ്യസ് അഗെയിൻ. പിന്നെയും കോൺഷ്യസ് ആകുക അല്ലെങ്കിൽ പിന്നെയും ബോധം വരിക, അല്ലെങ്കിൽ ഒരു ബോധക്കേട് വന്നിട്ട് ബോധം വരിക എന്നുള്ളൊരു മീനിങ് ആണ്. She remained beside her mother all day because she wanted to be there when her mother came around. She remained beside her mother all day because she wanted to be there when her mother came around from the anesthetic. Anesthesia കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പിന്നെയും ബോധം വരുമ്പോൾ കോൺഷ്യസ് ആകുമ്പോൾ അവിടെ ഉണ്ടാകണം. അപ്പോൾ കെയിം അറൗണ്ട് എന്നുള്ള മീനിങ് ടു ബിക്കം കോൺഷ്യസ് അഗെയിൻ. ഇനി അടുത്തത് കം അറ്റ്. കം അറ്റ് പാസീവായിട്ട് ഉപയോഗിക്കില്ല. കം അറ്റ് ആദ്യത്തെ മീനിങ് ആണ് ടു മൂവ് ടുവേർഡ്സ് എ പേഴ്സൺ, ടു അറ്റാക്ക് ഹിം ഓർ അറ്റാക്ക് ഹെർ. ടു മൂവ് ടുവേർഡ്സ് എ പേഴ്സൺ, ടു അറ്റാക്ക്. ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. ദ തീഫ് കെയിം അറ്റ് മീ വിത്ത് എ ഡാഗർ. ദ തീഫ് കെയിം അറ്റ് മീ. കെയിം അറ്റ് എന്ന് വെച്ചാൽ എന്ത് വരും? വിത്ത് എ ഡാഗർ, ഒരു കഠാരയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ള മീനിങ് ആണ് അല്ലേ. അടുത്തേക്ക് വന്നത് എങ്ങനെയാണ്? അറ്റാക്ക് ചെയ്യാനായിട്ട്. ഓക്കെ. അടുത്ത മീനിങ് ആണ് ടു തിങ്ക് അബൌട്ട് എ പ്രോബ്ലം. ടു തിങ്ക് അബൌട്ട് എ പ്രോബ്ലം, ഒരു പ്രശ്നത്തെ പറ്റി ചിന്തിക്കുക. ഓർ ഇൻ എ പർട്ടിക്കുലർ വേ. ടു തിങ്ക് അബൌട്ട് എ പ്രോബ്ലം ഓർ ഇൻ എ പർട്ടിക്കുലർ വേ, ഒരു പ്രത്യേക പ്രശ്നത്തെ പറ്റി ചിന്തിക്കുക. അതും എന്താണ്? കം അറ്റാണ്. അടുത്ത കം ബാക്ക് ആണ്.
കം ബാക്ക് എന്ന് പറഞ്ഞാൽ ടു റിട്ടേൺ ടു എ പ്ലേസ്. ടു റിട്ടേൺ ടു എ പ്ലേസ്. It was a pleasure to come back to our ancestral house. It was a pleasure to come back to our ancestral house. അടുത്ത ഒരു മീനിങ് ആണ് കം ബാക്കിൻ്റെത്. ടു ബിക്കം ഫാഷനബിൾ ഓർ പോപ്പുലർ അഗെയിൻ. ലോങ് ഹെയർ ഫോർ മെൻ ഈസ് കമ്മിങ് ബാക്ക്. ലോങ് ഹെയർ ഫോർ മെൻ ഈസ് കമ്മിങ് ബാക്ക് എന്ന് വെച്ചാൽ ട്രെൻഡ് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അടുത്തത് കം ബാക്ക് ടു. To start talking about a particular subject again. To start talking about a particular subject again. അതും come back to എന്ന് പറയും. We came back to the question of money. We came back to the question of money. അടുത്ത ഒരു കം ബാക്കിന്റെ അർത്ഥം ടു റിമെമ്പർ ആണ്. ടു റിമെമ്പർ എന്താണ്? When she went to the school where she did her schooling, memories of the good old days came back to her. When she went to the school where she did her schooling, memories of the good old days came back to her. അതാണ് ഓർമ്മ വന്നു അല്ലെങ്കിൽ ടു റിമെമ്പർ എന്ന് വന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ഫ്രേസൽ വെർബുകൾ കണക്റ്റഡ് ടു കം. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.